ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ ഇന്നത്തോടെ നമ്മുടെ ഈ ഒരു വർഷം ഇവിടെ തീരാൻ വേണ്ടി പോവുകയാണ് അല്ലേ. അടുത്തൊരു എന്താ പറയുക പുതുവർഷം എന്താണ് 2025 2025 എല്ലാവർക്കും എനിക്കും അല്ലെങ്കിൽ എല്ലാവർക്കും നമ്മുടെ പിന്നെ എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് ആദ്യം തന്നെ ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, പിന്നെ നല്ലൊരു തുടക്കമാവട്ടെ. അപ്പോൾ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കുക, അല്ലെങ്കിൽ ഒരു തിരിഞ്ഞു നോട്ടം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സങ്കടങ്ങളും എന്നാൽ അതേപോലെ തന്നെ ഒരുപാട് സന്തോഷങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൊരു വർഷം തന്നെയാണ് കേട്ടോ നമുക്ക് ഈ 2024 ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ ആദ്യം തിരക്കേണ്ട അപ്പോൾ എന്താണ് സങ്കടങ്ങൾ എന്നായിരിക്കും. സങ്കടം തന്നെയാണ്. നമ്മൾ അതിൽ ഏറ്റവും വലിയ എടുത്ത് പറയാൻ ഫസ്റ്റായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട് മാറ്റം തന്നെയാണ്. ഒരിക്കലും വിചാരിക്കാതെ ഒരു എന്താ പറയുക, ഞാനൊരിക്കലും മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് ഒരു വാടകയ്ക്ക് വീടെടുത്തിട്ട് മാറുന്നുള്ളത്. സ്വന്തമായിട്ട് എപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, സ്വന്തമായിട്ട് സ്ഥലം, അതിലൊരു വീട്, അത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ വാടകയ്ക്ക് നമ്മൾ മാറുന്നുള്ളത് ഒരിക്കൽ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് നടന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വാടകയ്ക്ക് മാറുന്നത് 2024 ഏപ്രിൽ 14 കേട്ടോ. അപ്പോൾ അത് മനസ്സിന് ഒരുപാട് സങ്കടം ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതിലും കൂടുതലായിട്ട് സങ്കടങ്ങളൊന്നും ഈ വർഷം പിന്നെ ഉണ്ടായിട്ടില്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ സന്തോഷം എന്ന് പറയുകയാണെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്നത് യൂട്യൂബായി ബന്ധപ്പെട്ടതായിരിക്കും ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഒരുപാട് എന്താ പറയുക മെമ്പേഴ്സ് നമുക്ക് കിട്ടി, നമ്മുടെ ഫാമിലിക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പിന്നെ കുറേ പേര് നല്ല പോസിറ്റീവായിട്ട് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താ പറയുക, മുന്നോട്ട് പോകാനൊക്കെ നല്ലൊരു സപ്പോർട്ടിംഗ് ആയിട്ട് കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് എല്ലാവരോടും നമ്മൾ ഓരോ വീഡിയോസും അവരുടെ തിരക്കിനിടയിൽ നിന്ന് അവർ കാണുന്നുണ്ട്. എല്ലാവർക്കും തിരക്കുകളാവും, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ. അപ്പോൾ ആ തിരക്കിനിടയിൽ നമ്മളെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യാൻ കാണിക്കണം ആ മനസ്സെന്ന് പറയുന്നത്, അതിനാദ്യം തന്നെ എല്ലാവരോടും വലിയ താങ്ക്സ് പറയാം കേട്ടോ. പിന്നെയെന്ന് പറയാനുള്ളത് ഷോർട്സ് ആണെങ്കിലും ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കിപ്പോൾ കുറേ ആയിട്ട് എന്താ പറയുക വർക്കിൻ്റെയൊക്കെ തിരക്കുകൊണ്ട് ഞാൻ ലൈവൊന്നും അങ്ങനെ സ്ഥിരമായിട്ട് പകലോ അല്ലെങ്കിൽ ഒരു സ്ഥിരമായിട്ടൊരു സമയത്തൊന്നും വരാൻ വേണ്ടിയിട്ട് പറ്റണില്ല. അപ്പോൾ അപ്പോൾ തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ 2024 സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു എൻഡിൽ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷങ്ങളും കുറേ സങ്കടങ്ങളും ഉണ്ട്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഇരട്ടിയായിട്ടൊരു സന്തോഷം ഉണ്ടാവും എന്നുള്ളതാണല്ലോ. പിന്നെ പുതിയൊരു ജോലി കിട്ടി. 2024 ഫെബ്രുവരിയിലായിരുന്നു ഞാൻ പുതിയ ജോലി ടാറ്റ സോളാറിൻ്റെ ഓഫീസിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് നിർത്തിയിട്ട് ഞാൻ 2 മാസത്തോളം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്കിപ്പോൾ ഈ ഒരു മീറ്റർ റീഡിങ്ങിൻ്റെ ഇത് കിട്ടിയിട്ടുള്ളത്. കുറേ സന്തോഷങ്ങളും കുറേ സങ്കടങ്ങളും എല്ലാം കൂടിയിട്ടുള്ളൊരു വർഷം തന്നെയായിരുന്നു. അപ്പോൾ ഇനി ഇവിടുന്ന് നാളെ മുതൽ 2025 സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ. ഞങ്ങളെപ്പോലെ വീടില്ലാതെ അല്ലെങ്കിൽ സ്ഥലമില്ലാതിരിക്കുന്നവർക്കൊക്കെ സ്ഥലം വാങ്ങാനും ഒരു വീട് വെക്കാനും, അതല്ലെങ്കിൽ കുറേ പേര് ചിലപ്പോൾ കല്യാണങ്ങളൊക്കെ നടക്കാതിരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നടക്കാൻ, ജോലി അന്വേഷിക്കുന്ന കുട്ടികളുണ്ടാവും, അവർക്കൊക്കെ ജോലി കിട്ടാൻ, അങ്ങനെ എല്ലാവർക്കും നല്ലൊരു വർഷം തന്നെ ആവട്ടെ. ഹെൽത്തിന് പ്രോബ്ലം ഒന്നുമില്ലാതെ എന്താ പറയുക എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ മോർണിംഗിലെ വീഡിയോസൊന്നും അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഡെയിലി മോർണിംഗ് വീഡിയോസ് കാണിക്കാമെന്ന് പറഞ്ഞാലും നമ്മളെ എന്നത്തെ റൊട്ടീൻ എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടാവും. എന്തെങ്കിലും മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നതൊക്കെ, ഒരേ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ അതിലെന്തെങ്കിലും മാറ്റങ്ങളുണ്ടാവും. കാരണം നമ്മൾ രാവിലെ കഴിക്കാണ്ടാക്കുന്നത് എന്നും ഒരേ സംഭവമായിരിക്കില്ല, മാറ്റങ്ങളുണ്ടാവും. ഫുഡാണെങ്കിൽ അതിൽ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ പക്ഷെ എന്നാലും ഇതെന്നും കാണിക്കുമ്പോൾ അതൊരു ബോറായി തോന്നും, എനിക്കങ്ങനെ തോന്നും കേട്ടോ. അപ്പോൾ പക്ഷെ നമുക്ക് നമ്മുടെ എന്താ പറയുക വീട്ടിലെ കാര്യങ്ങളും നമ്മുടെ ലൈഫ് സ്റ്റൈലും ഇതൊക്കെ തന്നെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. കുറേ പേര് ഇപ്പോഴും ചോദിക്കും എന്താണ് നിങ്ങളുടെ ചാനലിൻ്റെ തീം, എന്താ കണ്ടൻറ്റ് എന്താണെന്നൊക്കെ ചോദിക്കും. ഇത് തന്നെ ഞങ്ങളുടെ ലൈഫ് സ്റ്റൈല്, ഞങ്ങളുടെ എന്താ പറയുക കുക്കിങ്, മോർണിംഗ് റൊട്ടീൻ, നമ്മൾ ട്രാവൽ ചെയ്യണത്, നമ്മുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണോ അതുമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുതന്നെയാണ് ഞങ്ങളുടെ ചാനലിലെ ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഷോർട്സ്, അപ്പോൾ ഇതൊക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചുള്ള കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. അതായത് എപ്പോഴെങ്കിലും നമ്മൾ ലൈവിൽ വരുന്ന സമയത്താണ് അധികം കേട്ടിട്ടുള്ള ഞാൻ ആ ചോദ്യം. അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 10K ആയി കഴിയുമ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഞാൻ തരുന്നുള്ളൂ. അപ്പോൾ അതൊന്നും മറന്നിട്ടില്ല, അതൊക്കെ അവിടെ തന്നെ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. ആ കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഒരു തിരിഞ്ഞു നോട്ടം എന്നുള്ള രീതിയിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. മനസ്സിന് കുറേ സങ്കടപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് നമ്മൾ വീട് മാറിയത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പിന്നെ എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ
പാസ്റ്റ് ഈസ് പാസ്റ്റ്, കൊണ്ടും അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒന്ന് നമ്മൾ ചെയ്യണത് എന്താ പറയുക, വളരെ തെറ്റായിട്ടുള്ള തീരുമാനങ്ങളാണെങ്കിൽ പോലും പിന്നീട് അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നുണ്ട് അല്ലേ. എപ്പോഴും തന്നെ ഓർത്ത് സങ്കടപ്പെട്ട് ആരും ഇരിക്കണില്ലല്ലോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ തെറ്റായിട്ടുള്ള തീരുമാനങ്ങളാണെങ്കിൽ പോലും പിന്നീട് അതിലൊരു സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുന്നുണ്ട്. അത് അല്ലെങ്കിൽ നല്ലതിനായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ ചിന്തിക്കണം. എന്തായാലും നല്ലതിന് തന്നെയായിരുന്നു എല്ലാം എന്ന് വിശ്വസിക്കുകയാണ് ഞാനും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അടുത്ത പുതുവർഷം മുതൽ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് നല്ല നല്ല വീഡിയോസുകളായിട്ട് വരാൻ ഞങ്ങൾക്ക് കഴിയണം. അതേപോലെ തന്നെ അത് കാണാനും സപ്പോർട്ട് ചെയ്യാനും ഇത്രയും നാളും ഞങ്ങളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തപോലെ തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിങ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു ഞങ്ങളുടെ കിച്ചസ് കുടുംബം എന്നുള്ള ഞങ്ങളുടെ ഈ കുഞ്ഞു ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഇന്ന് മോർണിംഗ് റൊട്ടീനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്താണെന്ന് അറിയില്ല ഗൈസ്, നേരത്തെ അപ്പോൾ വെള്ളം ചൂടായി, ചൂടുവെള്ളം കൊണ്ട് അരി കഴുകി അരിയിട്ടു. പിന്നെ ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വഴുതനങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴുകി അരിഞ്ഞ് വെച്ചതാണ്. ഇതിപ്പോൾ സ്കൂൾ തുറക്കുകയാണല്ലോ, അപ്പോൾ രാത്രി തന്നെ എന്താ പറയുക, നാളെ ഇപ്പം എന്താണ് ചോറിന് കൊടുത്തയക്കുക എന്നുള്ളൊരു ചർച്ച ഉണ്ടാവും. അപ്പോൾ ഒരാൾക്ക് വഴുതനങ്ങ ഫ്രൈ ചെയ്താൽ മതി, ഒരാൾക്ക് അത്ര വലിയ ഇഷ്ടമല്ല. അപ്പോൾ ക്യാബേജ് അരിഞ്ഞ് വെച്ചു. ഇനിയിപ്പോൾ എന്താണ് രാവിലെ കഴിക്കാൻ ഉണ്ടാക്കാന്ന് വെച്ചാൽ പുട്ടുണ്ടാക്കാനാണ് പ്ലാൻ. പുട്ടുണ്ടാക്കാൻ തേക്കുന്നത്. പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ടാക്കും സമയം ഉണ്ടെങ്കിൽ. ഇത് ചിക്കനാണ് ഫ്രീസറിൽ വെച്ചിരുന്നു, വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. മതിയോ? പക്ഷെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ സെറ്റായി ഇരിക്കുമല്ലോ. കപ്പയും ചിക്കൻ, അതായത് എല്ലാം കപ്പയും വെക്കാന്നൊക്കെ പറയാം. എല്ലാം നല്ല ചിക്കനാണ്. അപ്പോൾ കുറച്ച് കപ്പ ഉണ്ട് വാങ്ങിയിരിക്കണം. സമയം ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കി വെക്കും. ഞാൻ നോക്കട്ടെ. ഇത് തിളച്ച് കഴിഞ്ഞാൽ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കണം. പുട്ടാണ്. അപ്പോൾ എന്നെ പൊരിച്ച് വെച്ചിട്ടുണ്ട്, പൊട്ടിക്കണം. അപ്പോൾ ഇതാ കൂട്ടുകാരെ, കേബേജൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വഴുതനങ്ങ ഫ്രൈ ചെയ്യാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ച് വെച്ചു. നമ്മുടെ അരിയൊക്കെ ഇട്ടിട്ടുള്ള ചോറ് ഇതാ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കണം. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. പിന്നെ അപ്പോൾ ഇനിയിപ്പോൾ നാളെ മുതൽ എന്താ പറയുക, പുതുവർഷമാണ്. അപ്പോൾ ഈ ഒരു പുതുവർഷം എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ, എല്ലാവർക്കും നല്ലൊരു തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ കിച്ചോസ് കുറുമ്പി ഫാമിലിയുടെ ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു അല്ലേ മോർണിംഗിൽ വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചിട്ട്. അപ്പോൾ എന്നീ മോർണിംഗ് വീഡിയോ കാണിച്ചാൽ അതൊരു ബുദ്ധിമുട്ടായി പോകില്ലേ, ബോറായിപ്പോവും. ഡെയിലി റൊട്ടീൻ തന്നെയാണല്ലോ. മോർണിംഗിൽ നമ്മൾ എന്നും ഒരേ കാര്യങ്ങളല്ല ചെയ്യുക, എന്നാലും നമ്മൾ ഉണ്ടാക്കണ രാവിലെ കഴിക്കാനുണ്ടാക്കുന്ന സാധനങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും, ചോറിനുണ്ടാക്കുന്ന കറികൾക്ക് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എന്നാലും ഇത് എന്നും കാണിക്കുമ്പോൾ ഒരു ബോറായിപ്പോവും. അപ്പോൾ ഞാൻ പുട്ടാണെന്ന് ഉണ്ടാക്കണം കേട്ടോ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുട്ട് പൊടിയൊക്കെ നനച്ച് ഫസ്റ്റത്തെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്കൊന്നും ഇങ്ങനെ ഇറങ്ങിയതാണ്. കിച്ചമോള് രാവിലെ തന്നെ ഡാൻസിൻ്റെ പ്രാക്ടീസിലാണ് കേട്ടോ. കുറേ ദിവസമായിട്ടുണ്ട് രാവിലത്തെ എന്താ പറയുക പ്രാക്ടീസൊക്കെ മുടങ്ങി കിടക്കുകയാണ്. അതൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഏതായാലും രാവിലെ മുതൽ എണീറ്റിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം എന്നും രാവിലെ എണീറ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അവൾ രാവിലെ തന്നെ എണീറ്റ് ആ ഒരു പ്രാക്ടീസിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ 2 ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. 2 പേർക്ക് കഴിക്കാനുള്ളതായിട്ടുണ്ട്. ഇനി ഒറ്റൊന്നും കൂടി ഉള്ളൂ.
പിന്നെ അതിൻ്റെ ഇടയിൽ തത്തയ്ക്ക് ബൂസ്റ്റ് വേണം പറഞ്ഞപ്പോൾ അത് വെക്കാൻ നിന്നു. പിന്നെ എന്താ പറയുക, കട്ടൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ വഴുതനങ്ങ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചേ ഉള്ളൂ. പിന്നെ അതിനിടയിൽ നമ്മൾ ക്യാബേജ് ഉപ്പേരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഈ ഒരു പാത്രത്തിൽ മാത്രമേ കേട്ടോ ഫ്രൈ ചെയ്യണത്, വേറെ ഒന്നുമില്ല, കുറച്ചേ ഉണ്ടാക്കണുള്ളൂ വഴുതനങ്ങ. അപ്പോൾ വഴുതനങ്ങയും അതുപോലെ തന്നെ ക്യാബേജ് ഉപ്പേരിയും കട്ടൻ ചായയും പുട്ടും അതൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിനിടയിൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കപ്പ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കപ്പയും ചിക്കനും കൊണ്ടുവന്ന്. ചിക്കൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു, കപ്പയുണ്ട് അവിടെ ഇരിക്കണം. അപ്പോൾ ആ കപ്പ ഞാൻ അടുപ്പത്ത് വയ്ക്കാൻ വേണ്ടി പോവുകയാണ്. ചിക്കൻ വെള്ളമൊക്കെ ഒഴിച്ച് വിട്ടിട്ടുണ്ട്, ഒന്ന് ഐസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ചിക്കനിലേക്ക് വേണ്ടത് ഉള്ളിയും തക്കാളി അങ്ങനത്തെയൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ രാവിലെ ആർക്കും കഴിക്കാൻ വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്, രാവിലെ എല്ലാവരും പുട്ടാണ് കഴിക്കുക. എന്നാൽ ഇനിയിപ്പോൾ സ്കൂളിട്ട് വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഉണ്ടാക്കി വെച്ചാൽ ആ മസാലയൊക്കെ ഇങ്ങനെ പിടിച്ചെല്ലാം സെറ്റായിട്ടിരിക്കുമല്ലോ. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി, കപ്പയിലും ചിക്കനെല്ലാം നല്ല മസാലയൊക്കെ സെറ്റായിട്ട് ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചോന്നേ ഉള്ളൂ കേട്ടോ. കാരണം വർക്കിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു എന്താ പറയുക, വൈകുന്നേരം അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മടി തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചത് കേട്ടോ. അപ്പോൾ അത് ചിക്കൻ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചിക്കനിൽ ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു സവോള, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും അരിഞ്ഞത് അങ്ങോട്ട് ചേർത്തു കേട്ടോ. ചതച്ചതൊന്നും ചേർക്കണില്ല, പേസ്റ്റായിട്ടൊന്നും ചേർക്കണില്ല. പിന്നെ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല ആ കുപ്പിയിൽ കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് കുപ്പിയോടെ ഞാനത് കമഴ്ത്തിയത് കേട്ടോ, അതിൽ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് മൊത്തത്തിലങ്ങ് ഇട്ടു. പിന്നെ പൊടികളൊക്കെ നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം 2 തക്കാളി ഇട്ടു. സവോളയും കുറച്ചായിട്ടത്. പിന്നെ ചിക്കനും അങ്ങനെ ഒരുപാടൊന്നുമില്ല, കുറച്ച് തന്നെയുള്ളൂ കേട്ടോ. ഇത് എല്ലാം ചിക്കൻ എല്ലാം കൂടി ആയിട്ട് മിക്സ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ചിക്കനും കപ്പയും വെക്കുമ്പോൾ കുറച്ച് എല്ലൊക്കെ വേണമല്ലോ, വെറും നല്ല പീസ് തന്നെ ആകുമ്പോൾ അത്ര ഇത് തോന്നില്ല, കുറച്ച് എല്ലും കൂടെ വേണമല്ലോ ഇത് കഴിക്കാൻ. അപ്പം ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഞാനൊന്ന് അടച്ച് വെച്ചു. എന്നിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞൊന്ന് ചൂടായതിന് ശേഷമാണ് പിന്നെ അതിലേക്ക് കറിക്ക് വേണ്ട വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. പിന്നെ അത്യാവശ്യം കുറച്ച് കറിയായിട്ട് തന്നെയാണ് എടുക്കണത്. എന്നിട്ടാണ് നമ്മൾ ആ കപ്പ വേവിച്ച് വെച്ചതിലേക്ക് ഇടുക. കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ചിക്കനും കൂടെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ രണ്ടും കൂടെ ഇട്ടിട്ടാണ് മിക്സ് ചെയ്യും, അത്ര തന്നെ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമെന്നില്ല കേട്ടോ, നമ്മൾ എത്രയോ തവണ മുമ്പ് കപ്പയും ചിക്കനൊക്കെ ഉണ്ടാക്കണം നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പാത്രങ്ങൾ കുറേ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ചിക്കൻ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ചിക്കൻ തിളച്ചുകൊണ്ടിരിക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ മക്കൾക്ക് ചോറുകളൊക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ തത്തയ്ക്ക് ബൂസ്റ്റ് വേണം പറഞ്ഞപ്പോൾ കുറച്ച് പാലൊക്കെ വെച്ച് ബൂസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഇതിനിടയിൽ നമ്മളെ കപ്പയും ചിക്കനൊക്കെ ഞാൻ അങ്ങോട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല, രാവിലത്തെ ചെറിയ തിരക്കാവും. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ വിട്ടുപോകും, വീഡിയോ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കണേ ചിലപ്പോൾ മറന്നു പോകും ബാക്കി എടുക്കാനൊക്കെ കേട്ടോ. അപ്പോൾ അത് ആ പുട്ട് കിച്ചമോള് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് മീതേക്കും കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു ഫ്രിഡ്ജിലിരിക്കണം കേട്ടോ. അപ്പോൾ അതും കൂടെ അങ്ങനെ ഇട്ടിട്ടൊന്ന് റെഡിയാക്കി വെച്ചു. അപ്പോൾ നമ്മൾ ഇനിയും അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആവശ്യക്കാർക്ക് എപ്പോഴാണ് വേണ്ടത് വെച്ചാൽ കഴിക്കാമല്ലോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം മക്കൾക്ക് എന്തായാലും സ്കൂളിൽ വരുമ്പോൾ ഇനിയിപ്പോൾ തന്നെയാവും കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ സമയത്ത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് അങ്ങോട്ട് അടിപൊളിയായിട്ടിരിക്കുമല്ലോ. അപ്പോൾ ഇനി കഴിക്കുന്നത് വൈകുന്നേരമാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ രാവിലത്തെ വീഡിയോ വിശേഷങ്ങളെന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണമെന്ന് മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, ബൈ.